ഇന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. റോഡിന്റെ ഓപ്പണിംഗും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിൽ നിർവഹിക്കുകയാണ്. നമ്മുടെ തുറമുഖത്തെ നാഷണൽ ഹൈവേയുമായി ഘടിപ്പിക്കുന്ന ആക്സസ് റോഡ്, കണ്ടെയ്നറുകൾക്ക് പോകുവാനും വരുവാനുമുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള ആക്സസ് റോഡിന്റെ വിർച്വലായ ഇനോഗ്രേഷനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദിയിൽ നിർവഹിക്കാൻ പോവുകയാണ്. ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, വേദിയിലുള്ള ഒരാളെക്കുറിച്ച് പ്രത്യേകമായി പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. I would like to extend a hearty welcome to Sri Sarbananda Sonowal ji, the Minister for Port, Shipping and Waterways, and hope he will have a pleasant stay here. Sri Sarbananda Sonowal ji, who has come down to Thiruvananthapuram, as you all aware, is the chief guest here today. And I am sure he would do everything possible to take this port to higher levels and ensure that this gets completed on time. Vision Vizhinyam, presented here by Sri Karan Adani, MD, APSCZ, who is greatly involved in the construction of this prestigious project. I also welcome the ministers and the esteemed people's representatives, including leader of opposition. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. പ്രവർത്തനം തുടങ്ങി ഒരു വർഷത്തിനകം ലോക സമുദ്ര വ്യാപാര മേഖലയിൽ വിഴിഞ്ഞം വിസ്മയമായി മാറിയിട്ടുണ്ട്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ട മായി തുടക്കം കുറിക്കുന്നത് എല്ലാവരുടെയും അനുമതിയോടെ, നിറഞ്ഞ സന്തോഷത്തോടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ ഔപചാരികമായി തുടക്കം കുറിച്ച് കഴിഞ്ഞു എന്ന കാര്യം പ്രഖ്യാപിക്കട്ടെ. നമ്മുടെ നാടിൻ്റെ സ്വപ്നമായിരുന്നു വിഴിഞ്ഞം പദ്ധതി. എത്രയോ പതിറ്റാണ്ടുകളാണ് ആ സ്വപ്നവും പേറി നാം നടന്നത്. ഓരോ വട്ടം പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും വലിയ തോതിലുള്ള തടസ്സങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ ഒരു ഘട്ടമായപ്പോൾ അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികളിലേക്ക് കടന്നു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും
നമുക്ക് അനുഭവിക്കേണ്ടതായി വന്നു. 2016 മുതലുള്ള കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ സജീവമായിട്ടുണ്ടാവും. ഇവിടെ നേരത്തെ ബഹുമാന്യായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, മഹാമാരി, ഈ പദ്ധതിക്ക് ആവശ്യമായ ചില ഘടകങ്ങൾക്ക് വന്ന തടസ്സങ്ങൾ, അതോടൊപ്പം വലിയ തോതിൽ ഉയർന്നു വന്ന മറ്റ് ചില പ്രശ്നങ്ങൾ എല്ലാം വലിയ തോതിൽ പദ്ധതിയെ പ്രതികൂലമായി ബാധിക്കുന്നതായിരുന്നു. പക്ഷേ നമുക്ക് അത്തരം തടസ്സങ്ങൾ കൊണ്ട് സ്തംഭിച്ച് നിൽക്കാൻ കഴിയുമായിരുന്നില്ല. നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നു. വികസന പദ്ധതികളുടെ കാര്യത്തിൽ നമ്മുടെ നാട് സ്വീകരിച്ച നിലപാടതാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള 2016 മുൻപുള്ള UDF ഗവൺമെൻറ് കാലത്താണ് തുടക്കം കുറിച്ചത് എങ്കിലും അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം 2016 ശേഷം അധികാരത്തിൽ വന്ന LDF സർക്കാരിനാണ് വന്നത്. നാടിൻ്റെ വികസന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഈ കാലയളവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വന്നത് എന്നത് ഏവർക്കും അറിയാവുന്നതാണ്. ഒറ്റ കാര്യം മാത്രമേ നാം നോക്കിയിരുന്നുള്ളൂ. അത് വികസനത്തിനുതകുന്നതാണോ, നാടിന് ഗുണകരമാവുന്നതാണോ. അതിന് തടസ്സങ്ങൾ ഏത് തരത്തിലുണ്ടായാലും ആ തടസ്സങ്ങൾ നാടിൻ്റെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അതിജീവിക്കാനാണ് നാം ശ്രമിച്ചത്. അതിന് അതിൻ്റേതായ ഫലമുണ്ടായി. ഇതുമാത്രമല്ല, ഒട്ടേറെ നമ്മുടെ നാടിൻ്റെ അഭിമാന സ്തംഭങ്ങളായി ഇപ്പോൾ കേരളം കാണുന്ന, കേരളത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ളവർ കാണുന്ന പദ്ധതികൾ ഈ രീതിയിലാണ് പ്രാവർത്തികമാക്കിയത് എന്ന് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഏതായാലും 2024 ജൂലൈയിൽ ഇവിടെ ആദ്യ മദർഷിപ്പ് വന്നു. 2025 മെയ് 2 ഈ തുറമുഖം നാടിന് സമർപ്പിക്കുകയും ചെയ്തു. ഇത് അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഏറ്റവും പ്രധാനമായി എണ്ണപ്പെടുന്ന ഒരു തുറമുഖമായിട്ടാണ് മാറാൻ പോകുന്നത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. നമ്മുടെ നാട് കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഇവിടെ പല കാര്യങ്ങളും നടക്കില്ല, ഒന്നും കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഇവിടെ പല കാര്യങ്ങളും നടക്കില്ല,
ഒന്നും നേരെ ചൊവ്വേ നടക്കില്ല, ഇതൊന്നും കേരളത്തിന് പറ്റിയ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്ഷേപിച്ചവരും പരിഹസിച്ചവരുമുണ്ടായിരുന്നു. പക്ഷേ ആ ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും നമ്മൾ മറുപടി നൽകിയത് ഇതുപോലുള്ള അനേകം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ്. ഇവിടെ പലതും നടക്കും എന്ന് തന്നെ എല്ലാവരും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയും. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. രണ്ടാം ഘട്ടം യഥാർത്ഥത്തിൽ രണ്ടാം ഘട്ടമല്ല, ഇവിടെ സൂചിപ്പിച്ചു 2, 3, 4 ഘട്ടങ്ങൾ ഒന്നിച്ച് ചേർത്തുകൊണ്ട് രണ്ടാം ഘട്ടമായി പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ അദാനി പോർട്സും നല്ല സഹകരണാത്മകമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് നേരത്തെ കരുണാദാനിയും ഇവിടെ വ്യക്തമാക്കിയത്. ഇവിടെ നാം കാണേണ്ട കാര്യം, ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക നട്ടെല്ലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഭീമൻ കപ്പലുകൾ ഇവിടത്തേക്ക് വരികയാണ്. നേരത്തെ കൊളംബോ, സിംഗപ്പൂർ മുതലായ ഇടങ്ങളിൽ മാത്രം പോയിരുന്ന കപ്പലുകളാണ് ഇവിടത്തേക്ക് വരുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരം ലഭ്യമാക്കാനാകും. വലിയ തോതിലുള്ള പ്രാദേശിക വികസനവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. ഇവിടെ മാത്രമല്ല, കേരളത്തിനാകെ ഇതിൻ്റേതായ ഗുണം ലഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചരക്ക് നീക്കത്തിന് നാം നേരത്തെ മറ്റുള്ളവരെ ആശ്രയിച്ചതായിരുന്നു. ആ കാലം അവസാനിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ലോജിസ്റ്റിക് മേഖലയിൽ കേരളം ഇന്ന് ഒരു പ്രധാന ശക്തിയായി മാറാനാണ് പോകുന്നത്. ഇതൊരു വെറും പറച്ചിലല്ല, നാം കൺമുന്നിൽ കാണുന്ന യാഥാർത്ഥ്യമാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായതോടെ ആഗോള കപ്പൽച്ചാലിൽ കേരളത്തിൻ്റെ പേര് സുവർണലിപികളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രതിവർഷം 10 ലക്ഷം TUE ആയിരുന്നു ആദ്യഘട്ടത്തിൽ വിഴിഞ്ഞത്തിൻ്റെ ശേഷിയായി കണക്കാക്കിയത്. പക്ഷേ 10 മാസം കൊണ്ട് ഈ ലക്ഷ്യം ഈ പോർട്ടിന് മറികടക്കാനായി. ഇത് ലോകത്തൊരു പോർട്ടിനും അവകാശപ്പെടാനാവാത്ത നേട്ടമാണ്. ലോകോത്തര നിലവാരത്തിലുള്ള ഓട്ടോമേഷൻ സാങ്കേതികവിദ്യയും ജീവനക്കാരുടെ ആത്മാർത്ഥമായ പരിശ്രമവുമാണ് ഈ നേട്ടത്തിന് ഇടയാക്കിയത്.
ആദ്യ വർഷം തന്നെ 615 കപ്പലുകൾ, 1.32 ദശലക്ഷം കണ്ടെയ്നറുകൾ ഈ പോർട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. 2025 ഡിസംബറിൽ മാത്രം 1,21,000 TEU കൈകാര്യം ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയതുമായ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. അതുവഴി ഈ തുറമുഖത്തിൻ്റെ കരുത്ത് ലോകം തിരിച്ചറിഞ്ഞു. പ്രതിമാസം 50-ലേറെ കപ്പലുകളാണ് ഈ തുറമുഖത്ത് വന്നു പോകുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് 1000 കപ്പലുകൾ എന്ന നേട്ടം നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട്. വിഴിഞ്ഞത്തിന് മുൻപ് പ്രവർത്തനം തുടങ്ങിയ പല തുറമുഖങ്ങളെയും പിന്നിലാക്കിയാണ് വിഴിഞ്ഞത്തിൻ്റെ ഈ കുതിപ്പ്. ഇത് നമ്മുടെ നാടിനാകെ അഭിമാനകരമായ കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ആദ്യമായി വനിതകളെ ഓട്ടോമേറ്റഡ് ട്രെയിൻ ഓപ്പറേറ്റർമാരായി നിയമിച്ചതിൻ്റെ ഖ്യാതിയും വിഴിഞ്ഞത്തിനാണ്. വിഴിഞ്ഞം സ്വദേശികളായ സ്ത്രീകളെ കണ്ടെത്തി പരിശീലിപ്പിച്ചാണ് മാതൃകാപരമായ ഈ നേട്ടം കൈവരിച്ചത്. സ്ത്രീ സൗഹൃദ കേരളത്തിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയായി അത് മാറി. വിഴിഞ്ഞം തുറമുഖത്തെ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. ഇതിലൂടെ അന്താരാഷ്ട്ര കപ്പൽപാതയിലെ പ്രധാന കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാകുന്നതോടൊപ്പം ഒരു പ്രധാന ക്രൂ ചേഞ്ച് ഹബ്ബായും വിഴിഞ്ഞം ശക്തിപ്പെടും. ആഡംബര ക്രൂയിസ് കപ്പലുകൾക്കും ഇനി മുതൽ വിഴിഞ്ഞത്ത് എത്തിച്ചേരാൻ സാധിക്കും. ഇത് സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉത്തേജനം പകരുന്ന ഒന്നാകും. രണ്ടാം ഘട്ട വികസനത്തിൻ്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയാണ്. നിലവിലെ 800 മീറ്റർ കണ്ടെയ്നർ ബർത്ത് 2000 മീറ്ററായി വികസിപ്പിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടുകൂടി രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കണ്ടെയ്നർ ബർത്ത് എന്ന നേട്ടവും വിഴിഞ്ഞം തുറമുഖം സ്വന്തമാക്കും. അതേപോലെ നിലവിലുള്ള 2.96 കിലോമീറ്റർ പുലിമുട്ട് 3.88 കിലോമീറ്ററായി വർദ്ധിപ്പിക്കും. നിലവിൽ തുറമുഖത്തിനായി നിർമ്മിച്ചിട്ടുള്ള പുലിമുട്ട് രാജ്യത്തെ ഏറ്റവും ആഴം കൂടിയ പുലിമുട്ടാണ്. രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമിയൊന്നും ഏറ്റെടുക്കേണ്ടി വരുന്നില്ല. പകരം കടൽ നികത്തിയാണ് ആവശ്യമായ ഭൂമി കണ്ടെത്തുന്നത്. നിലവിലുള്ളവയ്ക്ക് പുറമെ 12 പുതിയ ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ, 27 പുതിയ യാർഡ് ക്രെയിനുകൾ ഇവയെല്ലാം ഇവിടെ സ്ഥാപിക്കും. തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ടം 24,000 TEU കണ്ടെയ്നർ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളതാണ്. എന്നാൽ തുടർഘട്ടങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടെ
28,840 TEU വരെ ശേഷിയുള്ള നെക്സ്റ്റ് ജെൻ കണ്ടെയ്നർ കപ്പലുകളെയും കൈകാര്യം ചെയ്യാൻ ഈ തുറമുഖം സജ്ജമാകും. ഇതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം, ഒരേ സമയം 5 മദർഷിപ്പുകൾ വരെ കൈകാര്യം ചെയ്യാൻ പാകത്തിൽ തുറമുഖം വികസിക്കുമെന്നതാണ്. ഇന്ത്യൻ തുറമുഖങ്ങളെ സേവിക്കുന്ന ഒരു ദേശീയ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലായി പ്രവർത്തനമാരംഭിച്ച വിഴിഞ്ഞം തുറമുഖം പൂർണ്ണ വികസനം കൈവരിക്കുന്നതോടെ രാജ്യാന്തര ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായി വരും. അതായത് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലുള്ള തുറമുഖങ്ങളിലടക്കം സേവനം എത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായി വിഴിഞ്ഞം മാറും. അതോടെ ആഗോള കടൽ വാണിജ്യ ഭൂപടത്തിൽ അതിപ്രധാന കേന്ദ്രമായി നമ്മുടെ വിഴിഞ്ഞം തുറമുഖം മാറിത്തീരും. ഇന്നാരംഭിക്കുന്ന രണ്ടാം ഘട്ട വികസനം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും. വിഴിഞ്ഞത്തിൻ്റെ വികസന സാധ്യതകൾ മുന്നിൽ കണ്ടാണ് നേരത്തെ ഉള്ളതിൽ നിന്ന് ആ കാലപരിധി വെട്ടിച്ചുരുക്കി ഈ രണ്ടാം ഘട്ടത്തിൻ്റെ സമയപരിധി ചുരുക്കുന്ന നിലയുണ്ടായത്. അതിൻ്റെ ഭാഗമായി നിശ്ചയിച്ചതിലും 17 വർഷം മുന്നേ 2028 തന്നെ എല്ലാ ഘട്ടങ്ങളും സംയോജിപ്പിച്ച് വിഴിഞ്ഞത്തിൻ്റെ തുടർ വികസനം പൂർത്തിയാക്കും. 2035 മുതൽ സംസ്ഥാന സർക്കാരിന് വരുമാന വിഹിതം ലഭിച്ചു തുടങ്ങും. പൂർണ്ണതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വരുമാന വിഹിതം നേരത്തെ കണക്കാക്കിയതിനേക്കാൾ വർദ്ധിക്കുമെന്നതിലും സംശയമില്ല. വിഴിഞ്ഞത്ത് ഇതുവരെ ട്രാൻസ്ഷിപ്മെൻറ്റ് മാത്രമാണ് നടത്തി വന്നിരുന്നത്. ഇപ്പോൾ റോഡ് വഴിയുള്ള ചരക്ക് നീക്കത്തിന് നമ്മൾ തയ്യാറായി കഴിഞ്ഞു. തുറമുഖത്തെയും ദേശീയപാതയെയും ബന്ധിപ്പിക്കുന്ന റോഡ് പൂർത്തിയായിരിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും തുറമുഖ നിർമ്മാണത്തിനായി ഇത്രയും വലിയ നിക്ഷേപം നടത്തിയിട്ടില്ല. ഇത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയുടെ ഏറ്റവും പ്രധാന തുറമുഖമായിട്ടാണ് മാറുന്നത്. അപ്പോൾ രാജ്യത്തിനാകെ പ്രയോജനം ലഭിക്കുന്ന പദ്ധതി എന്ന നിലക്കാണ് ഈ പദ്ധതിയെ നാം കാണേണ്ടത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് റോഡ് മാത്രമല്ല, മറ്റ് ഇപ്പോൾ പൂർത്തിയായ റോഡ് മാത്രമല്ല, മറ്റ് ചില പദ്ധതികളും പൂർത്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതിനെപ്പറ്റി. അവിടെ നമ്മുടെ റിംഗ് റോഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഗൗരവമായി നടന്നതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതുമാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങളാലാണ് നീണ്ടുപോകുന്നത്. അതിവേഗം തന്നെ അതിനുള്ള അനുമതി ലഭ്യമാകും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതേപോലെ റെയിൽവേയുടെ കാര്യം പറഞ്ഞു. റെയിൽവേയും റെയിൽ കണക്ടിവിറ്റിയും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട
എല്ലാ കാര്യങ്ങളും തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഭാഗമായി ഇവിടെ തന്നെ 3000 ഏക്കറോളം സ്ഥലം നമ്മുടെ വിവിധ പദ്ധതികൾക്കായി ഉപയോഗിക്കപ്പെടാൻ പോവുകയാണ്. വലിയ തോതിലുള്ള വികസനം നമ്മുടെ ഇവിടെ വരാൻ പോകുന്നു എന്നതാണ് കാണേണ്ടത്. നമ്മുടെ നാടിൻ്റെ വികസനം അത് നല്ല രീതിയിൽ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങളാണ് നടന്നിട്ടുള്ളത്. വിഴിഞ്ഞത്തിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് ലോകത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം ഒന്ന് മാത്രമാണ്. അത് കേരളം മാറുകയാണ്, മുന്നേറുകയാണ്. ഇതാണ് ലോകത്തിൻ്റെ മുന്നിൽ നമുക്ക് നൽകാനുള്ള സന്ദേശം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നത് നമുക്കേവർക്കും അറിയാം. എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളുടെ പിന്തുണയാണ് കരുത്തായി മാറിയത്. അതിൻ്റെ ഭാഗമായാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാക്കാനായത്. ഇനി അങ്ങോട്ട് പൂർത്തിയാക്കാനുള്ള എല്ലാ വികസന കാര്യങ്ങൾക്കും നാടിൻ്റെ താല്പര്യം മുൻനിർത്തി ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ആകെ പിന്തുണയോടെ പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനാകും എന്നത് തന്നെയാണ് ഉറപ്പിച്ച് പറയാനുള്ളത്. നാടിൻ്റെ വികസനവും ക്ഷേമവും ഉറപ്പാക്കുന്ന ഒരു നവകേരളമാണ് സൃഷ്ടിക്കാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ നമുക്ക് ഒന്നിച്ചു മുന്നേറാം എന്ന് അറിയിച്ചുകൊണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ 2ാം ഘട്ടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും പോർട്ട് ദേശീയപാത റോഡിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. വിഴിഞ്ഞത്തിൻ്റെ കുതിപ്പ് നമ്മൾ കാണാൻ പോകുന്നതേയുള്ളൂ എന്ന് വ്യക്തമായി വരച്ചു വെക്കുന്ന വാക്കുകളാണ് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് കേട്ടത്. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ചരക്കുകൾക്ക് നീങ്ങാനുള്ള അപ്രോച്ച് റോഡ്, ആക്സസ് റോഡിൻ്റെ പ്രതീകാത്മകമായ ഉദ്ഘാടനം കൂടി അദ്ദേഹം ഇപ്പോൾ വേദിയിൽ നിർവഹിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തെ ദേശീയപാതയുമായി ഘടിപ്പിക്കുന്ന ആക്സസ് റോഡിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു. Ladies and gentlemen, it is now time for the address by our chief guest, Honorable Union Minister for Ports, Shipping and Waterways. He was here present with us during the first mothership welcoming in July 2024, and he is here again. Hearty welcome to Shri Sarbananda Sonowal ji. Namaskar. Honorable
Chief Minister of Kerala, Sri B.N. Basavanji, Honorable Minister, Sri V. Sivan Kutiji, Honorable Leader of Opposition, Sri B.D. Sathi Shanji, Honorable Minister, Sri K.N. Balagopalji, Honorable Minister, Sri G.R. Anilji, Honorable Member of Parliament, Honorable Member of Kerala Legislative Assembly, present here today, Secretary, Department of Port, Dr. A. Kausi Ganji, Sri Karan Adani ji, Chairman Adani Bijingam Port Limited and whole-time Director Adani Group, Managing Director Bijingam, Srimati Dr. Dibba S. IRG, Director and CEO APSGZ, Sri Asini Gupta ji, senior officers from the Government of India and Government of Kerala, distinguished guests, ladies and gentlemen, I'll try to address in Malayalam language 2 lines. If I make mistake, please correct me. Will you correct me? Namaskaram. Allah Varkum Sukham Tanne Alle. Then Namuri Keralam Etra Sundaram. It gives me immense pleasure to be here in Kerala today. Kerala is a state whose destiny has always been closely intertwined with the sea. From ancient maritime trade routes to modern global shipping lines, Kerala has remained a gateway between India and the world. Today's occasion marks another historic milestone in that long maritime journey with the inauguration of capacity augmentation work at Bijingam International Seaport. Under the visionary leadership of our Honorable Prime Minister, Sri Narendra Modi ji, India's maritime sector has undergone a fundamental transformation since 2014. Port shipping no longer India's maritime sector has undergone a fundamental transformation since 2014. Port shipping, shipbuilding, coastal shipping, and inland waterways are no longer treated as isolated segments, but as a unified engine of national growth, logistic efficiency, and global competitiveness. Over the last decades, India's maritime sector has witnessed unprecedented progress. Port capacity and coastal cargo have doubled. The number of Indian seafarers has increased 3 times. The number of maritime cruise passengers has gone 4 times up. The cruise sector has expanded 5 times. Cargo movement on inland waterways has increased 8 times. The number of operational national waterways has increased 10 times. The impact is already being seen on the ground. The DPIIT NCAER Logistic Cost Assessment places India's logistic cost at 7.9% of GDP, indicating a clear improvement from earlier levels. Kerala occupies a very special place in this national maritime transformation.
its strategic location on major east-west shipping routes, its scale, human resources, and its strong institutional capacity makes it a natural maritime and logistic hub on the western coast. Vizhinjam International Seaport is a shining symbol of this vision. Since its dedication to the nation by our Honorable Prime Minister Narendra Modi ji in May 2025, Vizhinjam has demonstrated remarkable operational performance. In a short span, the port has handled over 710 vessels handling more than 1.51 million TEUs. Operating at over 130% capacity utilization, Vizhinjam crossed the 1 million TEUs milestone well ahead of projection and established direct connectivity with Europe, the Americas, Africa, and Far East. The spectacular success of Vizhinjam Port is the outcome of the grand vision of our Honorable Prime Minister for exploring the potential of our maritime sector. Maritime India Vision 2030, Maritime Amritkal Vision 2047, the earlier dispensation who rule our nation sadly did not have any vision. Today's inauguration of capacity augmentation work marks a decisive step forward. Through the advancement of phases 2, 3, and 4, the port development timeline has been brought forward by nearly 17 years. On completion, Vizhinjam will have one of India's longest continuous container berth of 2 kilometers, enhanced breakwater protection, state-of-the-art automation, and the capability to handle next-generation vessels of up to 28,000 TEUs. Installed capacity will rise from 1 million TEUs to 3 million TEUs with the potential to handle up to 5.7 million TEUs annually, thus positioning Vizhinjam as a regional transshipment hub of global significance. Equally significant is the Vizhinjam's emphasis on inclusive growth. The port has set a national example by becoming India's first port to employ women crane operators. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ് എന്തു ചെയ്യും ചേട്ടാ പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ ഉടനടി മാറും താരൻ ഉപയോഗിക്കൂ വേഗം അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ് ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. വിശ്വാസത്തിന്റെ 36 വർഷങ്ങൾ. യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ് ജനുവരി 24 മുതൽ 31 വരെ. പിട്ടാപ്പിള്ളി ലെഗസി ഫെസ്റ്റ് ഓഫേഴ്സിൽ ഇത് ബെസ്റ്റ്. 20 projects worth more than 5,300 crores have already been completed, while 36 projects valued at nearly 18,700 crores are under various stages of implementation. These projects span port modernization, rail and road connectivity, coastal shipping, inland waterways, skill development, and coastal community infrastructure. Cochin Port Authority and Cochin Shipyard Limited are playing a pivotal role in strengthening Kerala's maritime ecosystem. The operationalization of the International Ship Repair Facility at Cochin Shipyard is a major step towards making India a global hub for ship repair while generating skill employment and industrial growth in Kerala. This aligns squarely with the Honorable Prime Minister's vision of building a strong, self-reliant maritime industrial base. Inland waterways represent another transformative dimension of maritime growth. Since 2014, cargo movement on national waterways has increased more than 8-fold across the country, establishing inland water transport as a clean, cost-effective, and sustainable mode of logistics. Kerala today has 5 declared national waterways, of which 3, NW3, NW8,
and NW9 are already operational. Significant investment have been made in permanent terminal, ro-ro facilities, navigation infrastructure, and cruise jetties. The Kosi Water Metro, India's first and largest integrated urban water transport system, has emerged as a national model for sustainable mobility and inclusive urban transport. Friends, none of this progress would have been possible without strong center-state cooperation in the spirit of cooperative federalism. Development of this scale requires coordination, mutual trust, and shared ownership, and Kerala has been a valued partner in this journey. As India moves forward towards Viksit Bharat at 2047, the maritime sector will remain a central pillar of growth. The confidence reposed by the global maritime sector in India's potential is increasing exponentially. Maritime India Week 2025 attracted investment of over rupees 12 lakhs crore in various verticals of our maritime sector. Guided by the Maritime Amrit Kal Vision 2047, launched by our Honorable Prime Minister Shri Narendra Modi ji, India's maritime sector is projected to attract investment worth over 80 lakhs crore and generate 1.5 crore jobs in the coming years. As a result of this investment, India's long-lost maritime supremacy will be regained, and we shall be the global maritime leader once again. With world-class port, modern shipping, strong shipbuilding, and vibrant inland waterways, Kerala is well positioned to play a leadership role in India's maritime future. I am confident that Vizhinjam International Seaport, along with the wider maritime ecosystem being developed in Kerala, will generate employment, boost trade, empower coastal community, and strengthen India's position in global supply chain. With this word, I once again congratulate the Honorable Chief Minister of Kerala and the Government of Kerala, and also Adani Vizhinjam Port Limited and all other stakeholders on this landmark achievement. Together, under the visionary leadership of our Honorable Prime Minister Shri Narendra Modi ji, we will continue to transform India's maritime strength into national prosperity. Nani. Thank you. Jai Hind.